ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. ഫോക്കസ് ഏരിയയുടെ വീഡിയോയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ 8 വീഡിയോസാണ് കണ്ടു കഴിഞ്ഞത്. എങ്ങനെയുണ്ട്? എല്ലാവരും പഠിച്ചോ? ഇന്ന് നാം എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന ചാപ്റ്ററാണ് പഠിക്കാനായി പോകുന്നത്. അത് നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇതുവരെ പഠിച്ച എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഈസി ആയിരിക്കും എന്ന് കരുതുന്നു. നിങ്ങൾക്കിപ്പോൾ വളരെ ഈസി അല്ലേ? കാരണം എക്സാം അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സാധിക്കും അല്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് വളരെ നന്നായിട്ട് പഠിക്കാം. ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്, അത് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ആ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമാണ് അതിനകത്തുള്ള മെമ്മറി ട്രിക്സും മറ്റേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. കുഞ്ഞു കുഞ്ഞു എക്സാമ്പിളിലൂടെ ഞാൻ ഈ ചാപ്റ്റർ നല്ല വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 10 എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. ഇന്ന് പഠിക്കാനായി പോകുന്ന ഭാഗങ്ങൾ നോക്കാം. ഫോക്കസ് ഏരിയയിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP, എക്സാമ്പിൾസ് ഫോർ ERP പാക്കേജസ്, ബെനിഫിറ്റ്സ് ഓഫ് ERP, ഇവ നമുക്ക് നന്നായിട്ട് പഠിക്കാം. ആദ്യമായിട്ട് എൻ്റർപ്രൈസ് എന്താണെന്ന് നോക്കാം. ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ സംരംഭം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ് എൻ്റർപ്രൈസ്. അപ്പോൾ ഒരു ലാർജ് എൻ്റർപ്രൈസിൽ ധാരാളം ഡാറ്റകൾ നമുക്ക് കാണാം അല്ലേ? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആയിരിക്കും അവിടെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അല്ലേ? അതായത് ഒരു വ്യവസായ സ്ഥാപനത്തിൽ എന്തൊക്കെ കാണും? ഫിനാൻഷ്യൽ ഡാറ്റ കാണും, കസ്റ്റമർ ഡീറ്റെയിൽസ് കാണും, പിന്നെ പർച്ചേസിങ് ഡീറ്റെയിൽസ് കാണും, എംപ്ലോയിയുടെ തൊഴിലാളികളുടെയൊക്കെ വിവരങ്ങൾ കാണും. ഇങ്ങനെ ഒത്തിരി വിവരങ്ങളാണ് ഒരു വലിയ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് മാത്രമാണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണല്ലേ? ഹ്യൂജ് ഇൻഫർമേഷനൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും അതുപോലെ അനുബന്ധമായിട്ടുള്ള മറ്റ് ടെക്നോളജിയുടെയും സഹായത്തോടു കൂടെ നമുക്കിത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ചില പാക്കേജസ് ഉണ്ട്. അതായത് ERP പാക്കേജസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ എമൗണ്ട് മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം ഈസിയാണ്. ഓക്കെ, അപ്പോൾ റിസോഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അല്ലേ? അപ്പോൾ എൻ്റർപ്രൈസ് എന്താണെന്ന് മനസ്സിലായല്ലോ, വ്യവസായ സ്ഥാപനം അല്ലേ? അപ്പോൾ അതിനകത്ത് റിസോഴ്സസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കിതാ നോക്കൂ, ഒരു വ്യവസായ സ്ഥാപനമാണ്. ഇതിനകത്ത് യന്ത്രങ്ങളുണ്ട്, മനുഷ്യരുണ്ട് അല്ലേ? അസംസ്കൃത വസ്തുക്കളുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേറെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മണി വേണം അല്ലേ? പണം വേണം. ഇങ്ങനെ പല പല കാര്യങ്ങൾ അടങ്ങിയതാണ് ഇതിൻ്റെ റിസോഴ്സസ്, അതിൻ്റെ വിഭവങ്ങളല്ലേ? അപ്പോൾ റിസോഴ്സസ്, മെഷീൻസ്, മെറ്റീരിയൽസ്, മണി, ഇതെല്ലാം അടങ്ങിയതാണ് ഈ ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിലുള്ള റിസോഴ്സസിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം, എന്നാലാണ് ആ കമ്പനിക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. അതിനുവേണ്ടി സഹായിക്കുന്ന ചില പാക്കേജസ് ഉണ്ട്. അത് നമുക്ക് ഏതാണെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഇതിനകത്ത് ചില ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്, ചില പ്രധാന ഘടകങ്ങളുണ്ട്, പ്രവർത്തന ഘടകങ്ങൾ. നമ്മൾ DBMS പഠിച്ചപ്പോൾ ഓർമ്മയില്ലേ? അതിൽ നമ്മൾ എന്താ പഠിച്ച? DBMSൻ്റെ കമ്പണൻസ് പഠിച്ചില്ലേ? SQL കമ്പണൻസ് പഠിച്ചു. അതുപോലെ ഇതിലുള്ള ERP കമ്പണൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് നമുക്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ വിവിധ ഘടകങ്ങളാണ്. ഇതുമായിട്ട് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ, നല്ലൊരു കമ്പനി അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകണമെങ്കിൽ അതിനകത്ത് പല പല ഘടകങ്ങളാണ്, പല സെക്ഷനാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് കാണാം അല്ലേ? അപ്പോൾ അവിടെയാണെങ്കിൽ ധനപരമായ വിവിധ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നത്, എല്ലാം ഫിനാൻസുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഫിനാൻസ് മോഡ്യൂളായിരിക്കും അല്ലേ? അടുത്ത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ എല്ലാം നൽകുന്നത് എവിടെയാണ്? ഈ മാനുഫാക്ചറിങ് മൊഡ്യൂളിലായിരിക്കും. അടുത്തത് നോക്കൂ, പ്രൊഡക്ഷൻ പ്ലാനിങ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ മോഡൽ കമ്പനിയിലെ വിവിധങ്ങളായ വിഭവങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തത് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മാനവ വിഭവശേഷി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനാണ് ഈ മോഡ്യൂൾ സഹായിക്കുന്നത്.
അടുത്തത് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്കുകളൊക്കെ അല്ലേ, അസംസ്കൃത വസ്തുക്കൾ, പാതി നിർമ്മാണത്തിനിടയിലുള്ള വസ്തുക്കൾ, പണി പൂർത്തീകരിച്ച വസ്തുക്കൾ എന്നിവയുടെയൊക്കെ സ്റ്റോക്ക് ഒരു നിശ്ചിത അളവ് നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തത് പർച്ചേസിംഗ് മൊഡ്യൂളാണ്. കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം ആവശ്യത്തിന് വാങ്ങിക്കുന്നതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് മാർക്കറ്റിംഗ് മൊഡ്യൂൾ. നമുക്കറിയാം മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപഭോക്താക്കളെ കസ്റ്റമേഴ്സിനൊക്കെ ആകർഷിക്കേണ്ടതെല്ലാം ഈ മാർക്കറ്റിംഗ് സെഷനിലാണ് അല്ലേ. ഇപ്പം നമുക്ക് സൗജന്യമായിട്ട് ചിലപ്പോൾ ഒന്നെടുത്താൽ ഒന്ന് സൗജന്യമായിട്ട് നൽകും എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പല പല ട്രിക്കുകളാണ് മാർക്കറ്റിങ്ങിൽ ഉള്ളതല്ലേ, നമ്മളെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം ഇവിടെ ഈ മാർക്കറ്റിംഗ് സെഷനാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ്. ഇവിടെ ആണെങ്കിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്നതും അതിനെ വിതരണം ചെയ്യുന്നതും എല്ലാം ഈ സെക്ഷനിലാണ്, ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സർവീസിൻ്റെയോ ഒക്കെ ഗുണനിലവാരം കമ്പനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഈ മോഡ്യൂളിലാണെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും അത് ആസൂത്രണം ചെയ്യുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ക്വാളിറ്റി മാനേജ്മെൻറ്റാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ആണ് അതിനകത്ത്. അപ്പോൾ എത്ര കാര്യങ്ങളാണ്, ഒരു വലിയ കമ്പനിയാണ്, പക്ഷേ എന്തുമാത്രം ഘടകങ്ങളാണ് അതിനകത്തുള്ളതല്ലേ. ഇതെല്ലാം പല പല സെക്ഷനിൽ പലരുമായിട്ട് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോയാലാണ് ഇത് നല്ലൊരു വിജയത്തിൽ ആ കമ്പനിയെ എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക പാക്കേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഈസി ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനും, അതുപോലെ ഈ വിവിധ ഘടകങ്ങളെ കോർത്തിണക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ സെൻട്രൽ ഡാറ്റാബേസാണ്. ഈ ഡാറ്റാബേസ് ഉണ്ട്, സെൻട്രൽ ഡാറ്റാബേസാണ്. അപ്പോൾ എല്ലാ ഘടകങ്ങളെയും കോർത്തിണക്കി ഒരുമിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഒരുമിച്ച് എല്ലാ വിവരങ്ങളും ഈ ഡാറ്റാബേസിൽ കിട്ടുന്നത് കൊണ്ട് അത് കറക്റ്റായിട്ട് ഓരോ വിഭാഗത്തിനും അതേ സമയത്ത് എത്തിച്ചു കൊടുക്കാനും സുഗമമായി കാര്യങ്ങൾ ചെയ്യാനും ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയെ നയിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഏതാണ് ഈ സെൻട്രൽ ഡാറ്റാബേസ് കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊരു വിവരണം തന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ഇത്രയും മനസ്സിലാക്കി വെച്ചാലാണ് ഇനി പറയുന്നത് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത് ഇത് മുതലാണ്. മനസ്സിലാക്കി പരീക്ഷയ്ക്കുള്ളത് ഇതാണ്, ശ്രദ്ധിക്കുക. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഞാൻ തൊട്ട് മുമ്പ് ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേരുകൾ ഇപ്പോൾ നോക്കാം. ഒന്നാമത്തത് ഫിനാൻഷ്യൽ മോഡ്യൂൾ, 2 മാനുഫാക്ചറിംഗ് മോഡ്യൂൾ, 3 പ്രൊഡക്ഷൻ പ്ലാനിംഗ് മോഡ്യൂൾ, 4 HR മോഡ്യൂൾ, അടുത്തത് ഇൻവെന്ററി കൺട്രോൾ മോഡ്യൂൾ, പർച്ചേസിംഗ് മോഡ്യൂൾ, മാർക്കറ്റിംഗ് മോഡ്യൂൾ, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മോഡ്യൂൾ, ക്വാളിറ്റി മാനേജ്മെൻറ്റ് മോഡ്യൂൾ. എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണമാണുള്ളതല്ലേ. എത്ര? 9 എണ്ണം കാണാതെ പഠിക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലിസ്റ്റ് ചെയ്യേണ്ട ഇതേ ഉള്ളൂ നിങ്ങൾക്ക്. അതുപോലെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ടീച്ചർ ഇത് എങ്ങനെയാണ് കാണാതെ പഠിക്കുന്നതൊന്നും മനസ്സിൽ നിൽക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഈസി ആക്കാനായിട്ട് ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരട്ടെ. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോക്കുക, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള മനു. അപ്പം ഇത് മനു ആണ്. മാനുഫാക്ചറിങ് അതിൽ മനു ഒന്നുണ്ട്, അതുകൊണ്ടാണ് മനു. ഇത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള, അത് ഫിനാൻഷ്യൽ മോഡ്യൂൾ. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള മനു പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തിട്ട്, ഇതാ നോക്ക്, പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്ന രീതി കണ്ടല്ലോ. പ്ലാൻ ചെയ്തിട്ട് HR-നെ കാണാൻ പോയി. അപ്പോൾ ഇൻവെന്ററി കൺട്രോൾ ചെയ്തെന്ന് അറിഞ്ഞു. അപ്പോൾ മനു പർച്ചേസ് ചെയ്യാൻ മാർക്കറ്റിൽ പോയി. എന്നിട്ട് മേടിച്ച സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി. മേടിച്ച സാധനങ്ങളൊക്കെ വിറ്റു. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി. അപ്പോൾ ക്വാളിറ്റി മാനേജ് ചെയ്തു. അതുകൊണ്ട് മനു വളരെയധികം സന്തോഷത്തിലായി. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾക്കിനി പറയാൻ പറ്റുമല്ലോ. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ മോഡ്യൂൾ, മനു എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിംഗ് മോഡ്യൂൾ, പ്രൊഡക്ഷൻ പ്ലാനിംഗ് മോഡ്യൂൾ, HR മോഡ്യൂൾ, ഇൻവെന്ററി കൺട്രോൾ മോഡ്യൂൾ, പർച്ചേസിംഗ് മോഡ്യൂൾ, മാർക്കറ്റിംഗ് മോഡ്യൂൾ, അടുത്ത സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മോഡ്യൂൾ, ക്വാളിറ്റി മാനേജ്മെൻറ്റ് മോഡ്യൂൾ. എങ്ങനെയുണ്ട്? പഠിച്ചു കഴിഞ്ഞില്ലേ? വളരെ ഈസി അല്ലേ? അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മനസ്സിൽ ഓർത്ത് പഠിക്കുക. ഓക്കെ. അടുത്തത് നമുക്ക് ERP പാക്കേജസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 കാര്യങ്ങളാണ് ഇപ്പോൾ പഠിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പഠിച്ചു കഴിഞ്ഞ് രണ്ടാമത്തത് ERP പാക്കേജസ്. അപ്പോൾ ഈ
ERP പാക്കേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒറാക്കിൾ, സാപ്പ്, ഒഡു, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് ആൻഡ് ടാലി. പേരുകൾ അതുപോലെ പഠിക്കുക. ഇനി ചിലപ്പോൾ ഇതിൻ്റെ വിവരണം ചോദിക്കും ഷോർട്ട് നോട്ടായിട്ട്, അത് പറഞ്ഞുതരാം. ഒറാക്കിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മോഡ്യൂൾ. ഫിനാൻസിൻ്റെയും അക്കൗണ്ടിങ്ങിലുള്ള പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നതിനുള്ള ERP പാക്കേജുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. ഇവരുടെ മറ്റു ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് വെച്ചാൽ CRM-ഉം SCM-ഉം. CRM എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും SCM സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. രണ്ട് മാനേജ്മെൻറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഫുൾ ഫോം പഠിക്കണം കേട്ടോ. ഫുൾ ഫോം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതും പഠിക്കണം. അപ്പോൾ ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത അത് അവരിൽ കൂടുതലുള്ള സോഫ്റ്റ്വെയറും ഏതൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. CRM-ഉം SCM-ഉം പഠിച്ചല്ലോ. അടുത്തത് സാപ്പിൻ്റെ ഫുൾ ഫോം പഠിക്കണം. സിസ്റ്റംസ്, ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഇത് എന്തിനാണ് ചോദിച്ചാൽ ഡാറ്റ പ്രോസസ്സിങ്ങിനാണ് ഉപയോഗിച്ചത്. ഇവരുടെ മറ്റ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ CRM-ഉം SCM-ഉം അത് നേരത്തെ പഠിച്ചല്ലോ, അതുപോലെ തന്നെ. പിന്നെ PLM എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്. അത് മാനേജ്മെൻറ്റാണ്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്. ഈ ഫുൾ ഫോം പഠിക്കണം. അടുത്തത് ഒഡു എന്ന് പറയുമ്പോൾ ഇതൊരു ഓപ്പൺ സോഴ്സ് ERP. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഓപ്പൺ സോഴ്സ് ERP. അത് ഒന്നേ ഉള്ളൂ, ഒഡു. സ്പെല്ലിംഗ് പഠിക്കണം, ഒഡു. In open source ERP, the program can be modified as necessary. Odoo is formally known as Open ERP. ഇത് നേരത്തെ പണ്ട് ഇതിൻ്റെ പേര് ഒഡു അല്ല, അതിന് പണ്ട് അറിയപ്പെടുന്നത് ഓപ്പൺ ERP എന്നാണ്. മനസ്സിലായല്ലോ. ഈ ഓപ്പൺ സോഴ്സ് ERP എന്ന് പറയാൻ കാരണം ഇതിൻ്റെ സോഴ്സ് കോഡും പ്രോഗ്രാമും ഒക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്തത് മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് ആണ്. ഇടത്തരം കമ്പനികൾക്കാണ് ഇത് സാധാരണ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് നിർമ്മിച്ച് നൽകുന്നത്. ഇതിന് പുറമെ CRM എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനും ഈസിയാണ്, നമുക്ക് ഉപയോഗിക്കാനും വളരെ ഈസിയാണ്. അടുത്തത് ടാലി ERP. ഇത് നിങ്ങൾ കേട്ടിരിക്കും, ടാലി. ഇറ്റ് ഈസ് എ ബിസിനസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഫോർ അക്കൗണ്ടിങ്, ഇൻവെൻട്രി ആൻഡ് പേറോൾ. അതായത് കമ്പനികളുടെ വരവ് ചെലവ് കണക്കുകൾ, സ്റ്റോക്ക് തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ പേര് പഠിച്ചു, അതായത് പാക്കേജസിൻ്റെ പേര് പഠിച്ചു. അതിലുള്ള ചില സോഫ്റ്റ്വെയർസ് അഡീഷണൽ ആയിട്ടുള്ളതൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ഫുൾ ഫോമോടുകൂടെ പഠിക്കുക. ഇതിൻ്റെ ഓർക്കാനായിട്ട് ഞാനൊരു ട്രിക്സ് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാലോ, പല സൂത്രങ്ങളായിട്ടാണ് ഞാൻ ഓരോ പ്രാവശ്യം വരുന്നത്. എങ്ങനെയെങ്കിലും പരീക്ഷ അടുത്തല്ലോ, പഠിക്കട്ടെ എന്നുള്ള ഇതിലാണ് ഇങ്ങനെ ഓരോ സൂത്രങ്ങൾ കണ്ടുപിടിച്ച് വരുന്നത്. ഇത് വളരെ ഈസിയൊന്നുമല്ല ട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട്. എന്നിട്ട് ഞാനത് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താണ്? പരീക്ഷയ്ക്ക് എല്ലാവരും ഫുൾ മാർക്ക് എടുക്കണം എന്നുള്ളതാണ് ടീച്ചറുടെ ലക്ഷ്യം. മാർക്ക് എടുക്കുകയും വേണം. പരീക്ഷ കഴിയുമ്പോഴത്തേക്കും മോഡൽ എക്സാം കഴിഞ്ഞാൽ എന്നെ അറിയിക്കുക, ടീച്ചറെ വളരെ ഈസി ആയിരുന്നു, എനിക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള മറുപടിയെല്ലാം നിങ്ങളെ നിന്ന് കേൾക്കട്ടെ. അതാണ് എനിക്ക് വളരെ ഇഷ്ടം കേട്ടോ. അപ്പം നന്നായിട്ട് മോഡൽ എക്സാം എഴുതുക. അതേ തുടർന്നുള്ള പബ്ലിക് എക്സാം നന്നായിട്ട് എഴുതി ഫുൾ മാർക്ക് മേടിക്കുക. അങ്ങനെ കോൺഫിഡൻസോടുകൂടെയാണ് എൻ്റെ CS20 എല്ലാ വിദ്യാർത്ഥികളും കോൺഫിഡൻസോടുകൂടെ പരീക്ഷയ്ക്ക് പോവുക. നല്ല മാർക്ക് തീർച്ചയായിട്ടും കിട്ടും, ഒരിക്കലും പേടിക്കരുത്. ഇത് കറക്റ്റായിട്ട് ഞാൻ എന്തൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയൊക്കെയാണ് ഞാൻ ഈ ഒത്തിരി കഷ്ടപ്പെടുന്നത്, അല്ലാതെ സമയം ഉണ്ടായിട്ടല്ല. നിങ്ങൾക്ക് വേണ്ടി ഞാനത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഓരോ വീഡിയോ ആണ്. അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ മക്കളെ. അപ്പോൾ ഇവിടുത്തെ ട്രിക്സ് പറഞ്ഞു തരാം. ഇതാരാണെന്ന് അറിയാമോ? ഡയാന ചേച്ചി. ഈ ഡയാന ചേച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്, സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡയാന ചേച്ചിയുടെ കാര്യം പറയാം. സോഫ്റ്റായ ഡയാന ചേച്ചിയുടെ താലി പൊട്ടിക്കാൻ കള്ളൻ വന്നപ്പോൾ സോപ്പെടുത്ത് സൈക്കിളിൽ കയറി ഓടി. മനസ്സിലായല്ലോ. അപ്പം ഞാൻ സോഫ്റ്റായ എന്ന് പറഞ്ഞ ഡയന ചേച്ചി എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്. താലി പൊട്ടിക്കാന്ന് പറയുമ്പോൾ ടാലി. പിന്നെ കള്ളൻ വന്നപ്പോൾ സോപ്പെടുത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സോപ്പെന്ന് പറയരുത്, സാപ്പെന്നാണ് പറയേണ്ടത് കേട്ടോ. SAP ആണ് സോപ്പെടുത്ത്. താലി ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ, താലി കണ്ടല്ലോ. സോപ്പെടുത്ത് എവിടെ പോയി? സൈക്കിളിൽ എന്ന് പറയുമ്പോൾ ഒറാക്കിളിൽ, ഓടി എന്ന് പറയുമ്പോൾ ഓടു. മനസ്സിലായല്ലോ. ഇതതുപോലെ പഠിക്കുക.
അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം. ERP സിസ്റ്റത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. റിസോഴ്സസ് നമ്മൾ പഠിച്ചല്ലോ അല്ലേ? ഈ റിസോഴ്സസ് എല്ലാം ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഉൽപാദനക്ഷമത, കമ്പനിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സർവീസ് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഇവിടെ സാധിക്കും. പ്രൊവൈഡ്സ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും അതോടൊപ്പം തന്നെ അത് ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടി എൻ്റർപ്രൈസിനെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. പിന്നെ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി. ഇൻഫർമേഷൻ ഹെൽപ്സ് ടു ടേക്ക് ഡിസിഷൻ. ശരിയായ തീരുമാനങ്ങൾ സമയത്തിന് എടുക്കാനായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ മുഖേന നമുക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി. അതായത് നല്ലൊരു ERP ആണെങ്കിൽ കമ്പനിക്ക് ഗുണകരമായ മാറ്റങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനും അതുപോലെ ദോഷകരമായ മാറ്റങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കാനും ഇവിടെ സാധിക്കും. ഇതാണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് ഇവിടെ പറയുന്നത്. പിന്നെ ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി. ദ എൻ്റയർ ഇൻഫർമേഷൻ എബൌട്ട് ആൻ എൻ്റർപ്രൈസ് ഈസ് സ്റ്റോർഡ് ഇൻ എ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലായിരിക്കും മൊത്തം ഇൻഫർമേഷനും നമുക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിഭവങ്ങളെയും എല്ലാ ഘടകങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാനും നമുക്കിവിടെ വളരെയധികം സാധിക്കും. അതാണ് ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ 6 പോയിൻ്റാണുള്ളത്. ഈ 6 ശരിയായിട്ട് പഠിക്കുക. ഇത് പല പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ബെനിഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം. അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് പഠിക്കുക. ഓരോന്നിലും കുട്ടി കുട്ടി സെൻറ്റൻസുകളാണ് തന്നിരിക്കുന്നത്, അതുപോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഹെഡിങ് ഓർക്കാനായിട്ട് ഇത്രയെങ്കിലും ഓർക്കുക. റിസോഴ്സ് യൂട്ടിലൈസേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ആക്യുറേറ്റ് ഇൻഫർമേഷൻ, ഡിസിഷൻ, ഫ്ലെക്സിബിലിറ്റി, ഇൻറ്റഗ്രിറ്റി. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ ഇതിലോട്ട് ഈ സെൻറ്റൻസുകൾ കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഭംഗിയായിട്ട് പഠിക്കുക. ഈ ചാപ്റ്റർ വിട്ട് കളയരുത്. വളരെ ഈസിയാണ്. വെറും 3 കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാനായിട്ട്. മാർക്കെടുക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. അതുപോലെ വളരെ ഈസിയസ്റ്റ് ആക്കിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം മനസ്സിലായല്ലോ അല്ലേ? ഇതിൽ ചോദിച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഡാഷ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ERP സോഫ്റ്റ്വെയർ. ഏതാണ്? ഒഡു. അടുത്തത് എക്സ്പ്ലെയിൻ എനി 3 ബെനിഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം. ഇവിടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് എഴുതുക. സെലക്ഷൻ ഓഫ് ERP പാക്കേജ് ഈസ് വെരി ക്രൂഷ്യൽ ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ERP സിസ്റ്റം. ഗീവ് എ ഷോർട്ട് നോട്ട് ആൻഡ് എനി 4 ERP പാക്കേജസ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ സെക്ഷൻ അറിയാമായിരിക്കും അല്ലേ? ഗീവ് എ ഷോർട്ട് നോട്ട് ആൻഡ് എനി 4 ERP പാക്കേജസ്. പക്ഷേ ആദ്യത്തേത് കേട്ടപ്പോൾ പേടിച്ചു പോയി കാണും. ഇങ്ങനെ പേടിക്കേണ്ട. ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അടുത്ത് ചോദിക്കുക. അപ്പം ശ്രദ്ധിക്കുക, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെയുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കും. അത് തന്നെയാണ് ആൻസർ കേട്ടോ. അടുത്തത് SAP സ്റ്റാൻഡ്സ് ഫോർ. അതറിയാം അല്ലേ? സാപ്പ് സ്റ്റാൻഡ്സ് ഫോർ അറിയാം. അടുത്തത് ലിസ്റ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ERP ഇംപ്ലിമെൻറ്റേഷൻ ഇൻ എൻ്റർപ്രൈസ്. അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പഠിക്കുക. ഡിഫൈൻ ദ ഫോളോയിങ് ERP റിലേറ്റഡ് ടെക്നോളജീസ്. അതിൽ CRM, SCM അതൊക്കെ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഇതിൽ ഒരു പോയിന്റ് പോലും വിടാതെ തന്നിരിക്കുന്ന നോട്ട് അതുപോലെ പഠിക്കുക. എക്സാം അടുത്തടുത്ത് വരികയാണ്. എക്സാമിന് വേണ്ടി സ്മാർട്ട് വർക്കിലൂടെയും ഹാർഡ് വർക്കിലൂടെയും നിങ്ങൾ ട്രൈ ചെയ്ത് നല്ല മാർക്ക് തന്നെ ഓരോ എക്സാമിനും മേടിക്കുക. അതോടൊപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. അപ്പം നല്ല ഫുഡൊക്കെ ഈ എക്സാം സമയത്ത് കഴിക്കണം. മനസ്സൊരിക്കലും വെറിയാവരുത്. എപ്പോഴും സന്തോഷത്തോടെ നല്ല ശുഭചിന്തയോടുകൂടെ ഓരോ എക്സാമും ഫേസ് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസോടുകൂടെ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓരോ ചാപ്റ്റേഴ്സിൻ്റെ 11 ചാപ്റ്ററും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതോടുകൂടെ നിങ്ങൾക്ക് 9 ചാപ്റ്റർ ആയിക്കഴിഞ്ഞു. ഇനി വെറും 2 ചാപ്റ്ററിലേ ഉള്ളൂ. അപ്പോൾ അത് മിക്കവാറും ഞാൻ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് മുമ്പ് തന്നെ അത് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മിക്ക കുട്ടികളും വീഡിയോ കണ്ടതിന് ശേഷം
കമൻറ്റ് ചെയ്യാറുണ്ട്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും ഒത്തിരി കുട്ടികളെ കമൻറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ അതായത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു കുഞ്ഞ് കമൻറ്റ് കൊടുത്തോളൂ കേട്ടോ. അതിന് ടീച്ചർ കാണും, നിങ്ങൾക്കത് മറുപടി തരും. അതൊക്കെ എനിക്കെന്താണ് നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്താണ് പഠിക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, അടുത്ത പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം കഴിയുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം എഴുതാം. ഇതൊക്കെ അറിയാനായിട്ട് ടീച്ചർക്ക് വളരെ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് CS20 എന്ന ഫാമിലിയിലോട്ട് അംഗമായി തരിക. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ് ഈസ് വെരി ഈസി ടു ഡിഫീറ്റ് സംവൺ ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു വിൻ സംവൺ.